Hello. Hello. Good morning, Mr. Anish. Yeah. Hi, Anish. Last week you have attended an English knowledge test, right? How was the exam? I'm calling. Exam good. മലയാളിയാണല്ലേ? ആണ്. ഓക്കെ. എക്സാമില് പ്രതീക്ഷത്ര മാർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് സർട്ടൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. സിൻസ് യു ഹാവ് ഫെയിൽഡ് ഇൻ യുവർ റിട്ടൺ എക്സാം, ഞാനിപ്പം വൈവയില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 മാർക്സ് എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ബാക്കി ഞാൻ ചെയ്തു തരാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ബട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പാടായിട്ട് ഫീൽ ചെയ്തത്? ലിസണിംഗ് പാടായിരുന്നു. പിന്നെ റീഡിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? റീഡിംഗ് കുഴപ്പമില്ല. റീഡിംഗ് ലിസണിങ്ങിന് കിട്ടില്ല. റീഡിങ്ങിന് റൈറ്റിംഗിനും കിട്ടായിരിക്കും. റൈറ്റിംഗിനും റീഡിംഗിനും പോയിട്ടുണ്ട് കേട്ടോ. സാരമില്ല, നമുക്ക് വൈവയോട് കൂടി രക്ഷപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ മലയാളിയായ ഞാൻ തന്നെ വിളിക്കാൻ കാര്യം നമ്മുടെ മദർ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കാനും നിങ്ങൾക്ക് രണ്ടിലും വൊക്കാബുലറി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വിളിച്ചത്. ചെറിയൊരു ടെസ്റ്റ് ആണ്. നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് ആൻസർ പറയാ. ടെൻഷന്റെ ഒരു കാര്യമില്ല. വളരെ നമ്മുടെ മലയാളത്തില് അതിന്റെ തന്നെ ട്രാൻസ്ലേഷൻ മാത്രം ചെയ്താൽ മതി. മഹാഭാരതത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? മഹാഭാരത യുദ്ധാന്തരം ആത്മബന്ധുക്കളെ മുഴുവൻ നഷ്ടപ്പെട്ടുവെങ്കിലും വിജയികളെന്ന ലോകം വിധിച്ച് പാണ്ഡവ പക്ഷത്തു നിന്നും യുധിഷ്ഠിരൻ ഹസ്തനപുരിയിലേക്ക് രാജാവായി അധികാരമേറ്റു. ഒന്ന് എഴുതിയെടുക്കാവോ? ഞാനിപ്പോ ജോലിയിലാണ്, അതാ പ്രശ്നം. മഹാഭാരത യുദ്ധാന്തരം ഇതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. After in Mahabharata war after in ആത്മബന്ധുക്കളെ അറിയില്ല. മുഴുവൻ ഫുൾ നഷ്ടപ്പെട്ടുവെങ്കിലും ഫുൾ നഷ്ടപ്പെട്ടുവെങ്കിലും കിട്ടുന്നില്ല. വിജയികളെന്ന് ഫുൾ വിൻ ലോകം വിധിച്ച് വേൾഡ് അഗ്രി പാണ്ഡവ പക്ഷത്ത് സൈഡ് ഓഫ് പാണ്ഡവ നിന്നും പാണ്ഡവ പക്ഷത്ത് നിന്നും പുള്ളു പറഞ്ഞു. പാണ്ഡവ പക്ഷത്ത് നിന്നും യുധിഷ്ഠിരൻ സൈഡ് ഓഫ് പാണ്ഡവ യുധിഷ്ഠിരൻ ഹസ്തനപുരത്തിന്റെ ഇൻ രാജാവായി അധികാരമേറ്റു. ഹസ്തനപുര ഇൻ കിങ് ഓഫ് ദ സിറ്റിംഗ്. 3 വ്യാഴവട്ടം. 3 വ്യാഴവട്ടം. വ്യാഴവട്ടം ഇംഗ്ലീഷ്. വ്യാഴം എന്ന് പറഞ്ഞാൽ എന്താ? 3 വ്യാഴവട്ടം. 36 കൊല്ലങ്ങൾ. 36 years. യുധിഷ്ഠിര പ്രജാപതി ഹസ്തനപുരം ഭരിച്ചു. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് അറിയില്ല, നമ്മൾ പഠിച്ചില്ല, നമുക്ക് അറിയാവുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. സർവവും ഉപേക്ഷിച്ച് പാണ്ഡവരും ഫുൾ ഓവർ റിമൂവിംഗ് പാഞ്ചാലിയും. സർവവും ഉപേക്ഷിച്ച് പാണ്ഡവരും പാഞ്ചാലിയും ഫുൾ ഓവർ റിമൂവിംഗ് ഇൻ പാണ്ഡവർ ആൻഡ് പാഞ്ചാലി സ്വർഗത്തിലേക്കുള്ള മഹാപ്രസ്ഥാന യാത്ര ആരംഭിച്ചു. going to സ്വർഗത്തിന്റെ ഇംഗ്ലീഷ് ഹെവൻ. going to heaven. മഹാപ്രസ്ഥാന യാത്ര ആരംഭിച്ചു. ഒരു പ്രസ്ഥാനം തന്നെ എന്ന് അങ്ങനെ പറയാ. പ്രസ്ഥാന യാത്ര big traveling. ആരംഭിച്ചു. big traveling starting. പിന്തിരിഞ്ഞു. return by. നോക്കാതെ. looking no. യുധിഷ്ഠിരൻ. മുന്നിൽ നടന്ന ആ യാത്രയിൽ walking the front in traveling. പിൻവഴികളിൽ ആദ്യം. പിൻവഴികളിൽ ആദ്യം. back way in first. മരിച്ചു വീണത് പാഞ്ചാലി. dead in പാഞ്ചാലി. dead down in പാഞ്ചാലി. ആൻഡ് നിങ്ങളുടെ ഓഫീസിൽ നിന്നും ഹൈ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു നിങ്ങളെ ജയിപ്പിച്ച് വിടണം എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. അത് കാരണമാണ് ഞാൻ നിങ്ങളെ വിളിച്ചതും. ഒരു പാരഗ്രാഫിൽ നിങ്ങളുടെ നാടിനെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ഒന്ന് പറഞ്ഞോളൂ ഇംഗ്ലീഷിൽ. I am from Indian. I am correct place of in Kerala. Kerala is Pathanamthitta. Pathanamthitta is a small village. ഓക്കെ. ഇന്ത്യയുടെ തലസ്ഥാനം എന്താണ്? ന്യൂ ഡൽഹി. ഓക്കെ. എവിടെയാണ് താജ്മഹൽ ഉള്ളത്? ആഗ്ര. അപ്പൊ കുത്തുബ് മിനാറോ? കുത്തുബ് മിനാർ അത് ആഗ്രയിൽ. കുത്തുബ് മിനാർ ആഗ്രയിലോ? ഡൽഹിയിൽ. കുത്തുബ് മിനാർ ഡൽഹി. അപ്പൊ താജ്മഹലോ? താജ്മഹൽ ഡൽഹി. ആഗ്ര ഡൽഹി വിട്ട്. അങ്ങനെയാണെങ്കിൽ താജ്മഹലിനെ കുറിച്ച് ഹിന്ദിയിൽ ഒരു പാരഗ്രാഫിൽ പറഞ്ഞോളൂ. ताजमहल बनाने का शाहजहान ताजमहल बना करेगा. शाहजहान का पत्नी मुमताज का औरमा के बना करेगा. इंडिया का बहुत बड़ा मस्जिद है.
ഓക്കെ മതി. എന്താണ് അനീഷ ഇത്? എന്തായാലും നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഹൈ റെക്കമെൻഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? മിസ്റ്റർ ബേസിലിന്റെ സൈഡിൽ നിന്നാണ് ഹൈ റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത്. മിസ്റ്റർ ബേസിലാണ് നിങ്ങളെ കുറിച്ച് ഹൈലി റെക്കമെൻഡ് ചെയ്തത്. ഓക്കെ മിസ്റ്റർ ബേസിൽ, ഹലോ, എങ്ങനെയാണ് അനീഷിന്റെ വെരി അനീഷ്, ഇത് സൂപ്പർ 94.7 FM ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്ന് സുകന്യായിരുന്നു. പണി കിട്ടിയതാ. പണി കിട്ടി. പുള്ളി വേറെ കഴിവുള്ള മനുഷ്യ. കറക്റ്റായിട്ട് എക്സാമിൽ തന്നെ പിടിച്ചെന്നുള്ള ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ടും വരും. കറക്റ്റ് ദിവസം തന്നെ ഞാനും വിളിച്ചു അല്ലേ. പക്ഷെ അനീഷിന് ഈ അറ്റൻഡ് ചെയ്ത എക്സാം ശരിക്കും നല്ല മാർക്കോടുകൂടി പാസ്സാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യണം കേട്ടോ. അത് ജോലിയുള്ളൂ. പാസ്സായാലും ജോലിയുള്ളൂ. തീർച്ചയായിട്ടും ജോലി കിട്ടും. ഡോണ്ട് വെറി കേട്ടോ. ജോലി കിട്ടിയ ഉടനെ ആദ്യം എന്നെ വിളിക്കണേ. ഓക്കെ സോ ബേസിൽ ആൻഡ് അനീഷ്, താങ്ക് യു സോ മച്ച്.